അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ സ്ഥിതി എന്തൊക്കെയാണ്? ഷെഫി ഉസ്താദ് ഗൾഫിലേക്ക് പോയോ? അതോ ഉസ്താദിൻ്റെ പരിചരണത്തിനായി അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയായിരുന്നോ? പെരുന്നാൾക്ക് ഷെഫി ഉസ്താദും സീനത്തും വിരുന്ന് പോയോ എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി മുഴുവനായിട്ടും ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് തരുന്നതാണ്. ഇന്നെനിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പറയുവാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇന്നൊരു ലോങ് യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. 2-3 ദിവസമായല്ലോ നമ്മുടെ ഫർസാനയുടെ ഒക്കെ കഥയൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതായത് മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ്, കണ്ണൂർ 5 ജില്ലകളിൽ ഏകദേശം ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മുടെ സ്റ്റോറി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നലെയൊക്കെ കമൻറ്റിലൂടെ അങ്ങനെ കണ്ടു. ഞാൻ കുറേ കാത്തിരുന്നു, എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കാത്തിരുന്നപ്പോൾ എനിക്ക് കഥ കേൾക്കാനായി വന്നപ്പോൾ സ്റ്റോറി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് വരുന്നത്. അതായത് നമ്മുടെ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പറയുമ്പോൾ എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. എന്തൊക്കെ തന്നെയാലും അതിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ അത് കേൾക്കുന്നവർക്കൊക്കെ പഠിച്ച ഹൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ കേട്ടോ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് വെറും നുണക്കഥയാണ്. എന്നോടൊക്കെ ഒരുപാട് കമൻറ്റിലൂടെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാണ് സൽവ ഈ കളവ് പറയുന്നത്, അങ്ങനെ ഇങ്ങനെ വെറും നുണക്കഥയാണ്, അങ്ങനെ ഇങ്ങനെ കെട്ടുകഥ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിടാം. കാരണം അത് നിങ്ങളുടെ അഭിപ്രായമാണല്ലോ അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ വെറുതെ ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതൊന്നും ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരിക്കലും നടക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് കമൻറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ എന്നോട് നിങ്ങൾ വിളിച്ച് ഇങ്ങനെ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഞാൻ അങ്ങനെ വായിക്കും കേട്ടോ. അപ്പോൾ ഒരു വിഷമം കരുതണ്ട. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ണൂർ പോയി അവിടെ സ്റ്റേ ചെയ്തു. കാരണം എന്താ വെച്ചാൽ മോൾക്കൊന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ 1 മണി കൂടിയാണ് എക്സാം. പിന്നെ അവൾ ഒറ്റയ്ക്ക് ഞാൻ ട്രെയിനൊക്കെ വരേണ്ട വിചാരിച്ചിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് റൂമൊക്കെ എടുത്ത് നിന്നാണ് ഞങ്ങൾ പോരുന്നത്. അതായത് പെരുന്നാളിൻ്റെ അന്ന് മഞ്ചേരിയിൽ നിന്ന് ഞാൻ കോട്ടക്കിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് നേരെ പോയി. ചൂരൽമല ഉണ്ടല്ലോ, അന്ന് അപകടത്തിൽപ്പെട്ട ആളുകളുടെ ആ ഒരു ദയനീയ അവസ്ഥയെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലം കാണുമ്പോൾ ഒരുവിധ ആളുകളൊന്നും അങ്ങനെ വിടണില്ല. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരട്ടെ. അന്നത്തെ ഒരു അവസ്ഥ നമ്മൾ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് മനുഷ്യർ ഒന്നും അല്ലാതായി മാറിയതില്ല. ആ വലിയ കൊട്ടാരക്കണക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ ഒരു രംഗം ആരുടെയും മനസ്സിലേക്ക് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. നമ്മൾ കാണണം, അവിടെ പോയിട്ട് നന്നായിട്ട് കാണണത്. നമ്മൾക്ക് ഒരു പഠിക്കാനും കൂടി ഉണ്ടത്. കാരണം മനുഷ്യന്മാർ എത്രയൊക്കെ തന്നെ അഹങ്കരിച്ച് നടന്നിട്ടും കാര്യമില്ല. ഒരു നിമിഷം കൊണ്ടാണ്, സെക്കൻഡുകൾ കൊണ്ട് എല്ലാം ഇല്ലാതായിക്കുക. ആ ഒരു കിടക്കുന്ന രൂപങ്ങളെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ മഞ്ചേരിയിൽ എത്തിയിട്ട് ഞാൻ അതൊക്കെ വിടട്ടോ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് സ്റ്റോറി ഇല്ലാത്തതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ണൂരാണ് നിന്നതെന്ന് പറഞ്ഞത്. കണ്ണൂർ ഏകദേശം ടൗണിൽ തന്നെ ഞങ്ങളൊരു റൂം സെറ്റായി. പിന്നെ ആരൊക്കെ ചോദിച്ചിരുന്നു റൂമിന് എത്ര റേറ്റായി എന്നുള്ളത്. റൂമിന് റേറ്റ് എന്ന് വെച്ചാൽ പല റേറ്റിലാണ് കേട്ടോ. 1500 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 1500 രൂപ, അതുപോലെ 2500, 3500, പിന്നെ ഒരു റൂം ചോദിച്ചത് ഞങ്ങൾ 8500 വരെ. അപ്പോൾ ഞങ്ങൾ ഒരു രാത്രി എന്ന് വെച്ചാൽ രാത്രി ഒരു ഏകദേശം 11-12 മണിയൊക്കെ ഞങ്ങൾ റൂം എടുത്ത സമയത്ത് മാലിക് ദീനാറിലൊക്കെ പോയി വന്ന്, അവിടുത്തെ ഒരുപാട് ലോങ് ഉണ്ടല്ലോ കണ്ണൂർക്ക്. അങ്ങനെ മാലിക് ദീനാറിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു 12 ടു പിറ്റേന്ന് രാവിലെ 7 മണി വരെ മാത്രം ഞങ്ങളവിടെ നിന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു റൂം അങ്ങനെ എടുത്തു. അധികം വലിയ റേറ്റിനൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മളിങ്ങനെ അത്ര ആസ്വദിക്കാനൊന്നല്ലല്ലോ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം അങ്ങനെ റൂം എടുത്ത് ഏകദേശം 7 മണിയൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ മോളാക്കി കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ് പോയത്.
ഡ്രൈവിംഗ് ബീച്ച് ഉണ്ടല്ലോ, എന്താ മുഴുപ്പിലങ്ങാടോ അങ്ങനെ എന്താണല്ലോ പേര്, അവിടെ പോയിട്ട് കുറച്ച് കാറൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട്. ഇതുവരെ ഞാൻ ഇവിടുത്തെ വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ലായിരുന്നു. ഇവിടുത്തെ ഉപ്പാൻ്റെ വണ്ടി ഓടിച്ചിരുന്നു, അവിടെ വീട്ടിലത്തെ വണ്ടി ഓടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ അവിടെ ഓടിക്കാനൊക്കെ നല്ല രീതിയിൽ പറ്റി. നമുക്കിങ്ങനെ വളക്കാനും തിരിക്കാനും നല്ല രീതിയിൽ ഓടിക്കാനും സ്റ്റെയറിങ് ബാലൻസൊക്കെ റെഡി ആകാനൊക്കെ നല്ല ക്ലിയർ ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അവിടെ പോയി പഠിച്ചാൽ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്കത് പഠിഞ്ഞ് കിട്ടും. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്തോ ഒരു കാര്യം, ഇന്നലെ അപ്പോൾ ഈ കണ്ണൂരിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ, കണ്ണൂർ എന്ന് കേൾക്കുന്നതിന് എനിക്ക് ദേഷ്യമാണ്, സങ്കടമാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നു. അതായത് ആ ഒരു കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിക്കട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ അത് വായിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത് അല്ലേ. എത്രയോ സ്വപ്നങ്ങളായിരിക്കും നമുക്ക് നമ്മളെ മക്കൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുക അല്ലേ. ഒരുപാട് പഠിച്ചവനെ എൻ്റെ കുട്ടി വലുതായിട്ട് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം, നമുക്ക് മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട മക്കളാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കമൻറ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനാണ് എനിക്കിട്ടത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, പടച്ച റബ്ബ് അങ്ങനത്തെയുള്ള ഷെറിനെ തൊട്ടൊക്കെ പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. കാരണം വളരെയധികം വേദനാജനകമായിട്ടൊരു കമൻറ്റാണ് എനിക്ക് വന്നത്. മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി ഉണ്ടായതിൻ്റെ ശേഷം മക്കൾ എന്താ പറയുക, വല്ലാത്തൊരു ചതിക്കുഴിയിലേക്ക് വീണു പോകുന്ന അവസ്ഥ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്ന അവസ്ഥ. അതും ശരിക്ക് നാച്ചുറലായിട്ട് അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ വേറെ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ പറയണില്ല, ഈ സമയം ഒരുപാട് ടൈമായി. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളെ ഇപ്പം ഞാനിത് വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാ നാളെ ആക്കട്ടോ. പിന്നെ ആ കമൻറ്റിട്ട് ആൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ. ഞാനത് ഇവിടെ ഓപ്പൺ ആക്കുന്നതിൽ ഞാനിവിടെ ഇങ്ങനെ പറയണതിൽ കുഴപ്പമുണ്ടോ? പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഏത് സമയം ഒന്നിനും മടിക്കാത്ത മക്കളായി മാറണം. അതായത് അവരുടെ മാനസിക നില അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെ തെറ്റായ രീതി. അപ്പോൾ ഈ ഒരു കമൻറ്റ് ശരിക്കും കണ്ണൂർ എന്ന് ഫസ്റ്റത്തെ ഭാഗം തന്നെ വായിച്ചത്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പും പേടിയുമാണ് തോന്നുന്നത്. കാരണം എനിക്ക് 18 വയസ്സായ ഒരു മോനുണ്ട്. അവൻക്ക് കണ്ണൂരുള്ളൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഇട്ടത് വന്നത് 18 വയസ്സുള്ള മോനെന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആ ഒരു കുട്ടിത്തെ കണ്ട് വിട്ടു വരുന്ന സമയമല്ലേ അത്. ഇൻഷാ അല്ലാ അതിനെക്കുറിച്ച് ഞാൻ നാളെ വിടാം. നമ്മുടെ മക്കളൊക്കെ ആദ്യം തന്നെ ദുആ ചെയ്യുക നമ്മൾ, അല്ലാഹുവേ മക്കളെ സ്വാലിഹായ മക്കളാക്കണേ റബ്ബേ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ എല്ലാ ഇബ്ലീസിൻ്റെ ഷർറിനെ തൊട്ടും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. കാരണം നമുക്ക് സഹിക്കാൻ, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലത്തെ അവസ്ഥയിലേക്ക് അവർ എത്തുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലേ, നമുക്ക് ഭയങ്കര സങ്കടം വരില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കഥ, നമ്മളെ ജസീനയുടെ കഥയൊക്കെ അതുപോലെ എനിക്ക് തോന്നിയത്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഒരു ഉസ്താദിൻ്റെ മകളായ ആ ഒരു കുട്ടി ഒരു അമുസ്ലിമായ യുവാവിൻ്റെ കൂടെ പോവുക, പിന്നെ അവൾ പ്രഗ്നൻ്റ് ആകുക, അവളെ മറ്റുള്ള ആളുകൾക്ക് കാഴ്ച വെക്കുക, ആ രീതിയിലുള്ള ഒരു സ്റ്റോറിയാണല്ലോ. ഒരിക്കലും അത് നിങ്ങൾ വിചാരിക്കണോ കെട്ടുകഥ അല്ല കേട്ടോ. അതൊക്കെ നടന്ന കഥ. എത്ര നടക്കണ്, എത്ര ആളുകളെ കൊലപാതകം, ചതി, വഞ്ചന, എന്തൊക്കെയാണ് ചെയ്യണ്, എന്തൊക്കെ ദുനിയാവിൽ നടക്കണ്. നമ്മളൊരിക്കലും കെട്ടുകഥ പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം നമ്മുടെ കൺമുമ്പിൽ തന്നെ നടന്നുകൊണ്ടിരിക്കണം. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. പക്ഷേ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോയാലും ആരും ഉമ്മയുടെ ബാപ്പയുടെ ഒക്കെ കണ്ണീര് കുടിപ്പിച്ച് പോയവരാരും വല്ലാതെ രക്ഷപ്പെട്ട ഇല്ലല്ലോ. എന്തെങ്കിലുമായിട്ട് വിഷമം പ്രയാസം അവർക്ക് ഉണ്ടായിക്കൊണ്ട് നിൽക്കും. എന്തായാലും പഠിച്ചവൻ കാക്കട്ടെ, മക്കൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കതിനെക്കുറിച്ച് ഞാൻ നാളെ പറയട്ടോ, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിട്ടോ പരസ്പരം. അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങളിന്ന് കണ്ണൂർ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളിനെ കാണണം, അവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, എന്നാലും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പഠിച്ചവൻ, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ പഠിച്ചവൻ, അവർക്കൊക്കെ നീ നല്ല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ്. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി. നമ്മളെല്ലാവരെയും പടച്ചിറപ്പ് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും നമ്മളെയും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.